ഗായ്സ്, നിങ്ങൾ അറിഞ്ഞോ? ബലം നോ എന്നും പപ്പടം എന്നും വിളിച്ചിരുന്ന ബലേനോക്ക് ക്രാഷ് ടെസ്റ്റിൽ 4 സ്റ്റാർ ലഭിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ്. ഭാരത് എൻക്യാപ്പ് നടത്തിയ ക്രാഷ് ടെസ്റ്റിലാണ് ബലേനോക്ക് അഡൾട്ടിന് 4 സ്റ്റാറും ചൈൽഡ് പ്രൊട്ടക്ഷന് 3 സ്റ്റാറും ലഭിച്ചിരിക്കുന്നത്. 6 എയർ ബാഗുകൾ വരുന്ന ടോപ്പ് വേരിയൻറ്റും അതുപോലെ തന്നെ ഫ്രണ്ടിൽ 2 എയർ ബാഗുകൾ മാത്രം വരുന്ന ലോ വേരിയൻറ്റുകളും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 വേരിയൻറ്റുകൾക്കും അഡൾട്ടിന് 4 സ്റ്റാറും ചൈൽഡ് പ്രൊട്ടക്ഷന് 3 സ്റ്റാറുമാണ് ലഭിച്ചിരിക്കുന്നത്. അത് ലഭിച്ച പോയിന്റിലേക്ക് വരികയാണെങ്കിൽ 6 എയർ ബാഗുകൾ വരുന്ന സീറ്റ ആൽഫ വകഭേദങ്ങൾക്ക് 32 പോയിന്റിൽ 26.52 പോയിന്റുകൾ നേടിയിട്ടുണ്ട്. ബേസ് വേരിയൻറ്റുകൾ 32-ൽ 24.04 പോയിന്റാണ് നേടിയത്. പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊട്ടക്ഷൻ കുറച്ച് കൂടുതൽ വരുന്നത് ഹൈ വേരിയൻറ്റുകൾക്കാണ്. എങ്കിലും 2 വേരിയൻറ്റുകൾക്കും 4 സ്റ്റാർ തന്നെയാണ് അഡൽട്ട് പ്രൊട്ടക്ഷനിൽ ലഭിച്ചിരിക്കുന്നത്. ചൈൽഡ് പ്രൊട്ടക്ഷൻ ടെസ്റ്റിൽ 49 പോയിന്റിൽ 34.81 പോയിന്റുകൾ 2 മോഡൽ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 വേരിയൻറ്റിനും 3 സ്റ്റാറാണ് ലഭിച്ചിരിക്കുന്നത്. 3 തരത്തിലുള്ള ടെസ്റ്റാണ് നടത്തുന്നത്. ഒന്ന് ഫ്രണ്ട് ഇമ്പാക്റ്റ് ടെസ്റ്റാണ്. ഇത് വാഹനം നേരിട്ട് പോയിട്ട് ഒരു ഒബ്ജക്റ്റിൽ ഇടിക്കുന്ന സമയത്ത് 64 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് ഒരു ഒബ്ജക്റ്റിൽ ഇടിക്കുന്ന സമയത്തുള്ള ഇമ്പാക്റ്റാണ്. ആ സമയത്ത് എത്രത്തോളം സേഫ്റ്റി ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഡ് ഇമ്പാക്റ്റ് ടെസ്റ്റാണ്. അതായത് 50 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഒരു വാഹനം നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് വശങ്ങളിൽ ഇടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റിൽ എത്രത്തോളം സേഫ്റ്റി നമ്മുടെ വാഹനം നൽകുന്നതാണ് മെഷർ ചെയ്യുന്നത്. മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പോൾ സൈഡ് ഇമ്പാക്റ്റ് ടെസ്റ്റാണ്. അതായത് നമ്മുടെ വാഹനം ഒരു വശത്തേക്ക് തെന്നി നീങ്ങി ഒരു ഒബ്ജക്റ്റിൽ ഇടിക്കുന്ന സമയത്ത് വാഹനത്തിനകത്തുള്ള അഡൾട്ട്സിനും അതുപോലെ തന്നെ ചൈൽഡിനും എത്രത്തോളം സേഫ്റ്റി നൽകുന്നതാണ് ഇത് മെഷർ ചെയ്യുന്നത്. 29 km/h സ്പീഡിലാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്കോറിൻ്റെ സമ്മറി നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഇമ്പാക്റ്റ് ടെസ്റ്റിൽ ടോട്ടൽ 16 പോയിന്റിൽ 11.54 പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡ് മൂവബിൾ ടെസ്റ്റിൽ 16 പോയിന്റിൽ 12.50 ആണ് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ഹെഡിനും നെക്കിനും നല്ല പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിനും കിട്ടുന്ന പ്രൊട്ടക്ഷൻ കളറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സൈഡ് പോൾ ഇമ്പാക്റ്റ് ടെസ്റ്റിൽ മൊത്തത്തിൽ നല്ല പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭാരത് എൻക്യാപ്പ് ടെസ്റ്റിൽ പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭാരത് എൻക്യാപ്പ് മൊത്തത്തിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്തത് 18 വണ്ടികളാണ്. അതിൽ അവസാനമായി റിസൾട്ട് വന്ന ബലേനോയുടെ 2 വേരിയൻറ്റുകളും ഡിസയറും ഉൾപ്പെടെ 18 വണ്ടികൾ. അതിൽ 15 വണ്ടികൾക്കും ലഭിച്ചിരിക്കുന്നത് ഫുൾ 5 സ്റ്റാറാണ്. അത് അഡൾട്ടിന് 5 സ്റ്റാർ, അതുപോലെ തന്നെ ചിൽഡ്രനും 5 സ്റ്റാർ. ഏതൊക്കെ വണ്ടികളെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഹ്യൂണ്ടായി ടെക്സൺ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഫുൾ 5 സ്റ്റാറാണ്. അതുപോലെ കിയ സിറോസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഫുൾ 5 സ്റ്റാറാണ്. സ്കോഡ ഹൈലാഗ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫുൾ 5 സ്റ്റാറാണ്. ടാറ്റ കർവ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫുൾ 5 സ്റ്റാറാണ്. ടാറ്റ കർവ് EV ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫുൾ 5 സ്റ്റാറാണ്. ടാറ്റ നെക്സോൺ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫുൾ 5 സ്റ്റാറാണ്. ടാറ്റ നെക്സോൺ EV ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടാറ്റ പഞ്ച് EV ചെക്ക് ചെയ്തിട്ടുണ്ട്. ടാറ്റ സഫാരിയും ഹാരിയറും ചെക്ക് ചെയ്തിട്ടുണ്ട്. മഹീന്ദ്രയുടെ XEV 9E ചെക്ക് ചെയ്തിട്ടുണ്ട്. മഹീന്ദ്ര BE6 ചെക്ക് ചെയ്തിട്ടുണ്ട്. മഹീന്ദ്ര ഥാർ റോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ട്. മഹീന്ദ്ര XUV 3XO ചെക്ക് ചെയ്തിട്ടുണ്ട്. മഹീന്ദ്ര XUV 400 EV ചെക്ക് ചെയ്തിട്ടുണ്ട്. സിട്രോണിൻ്റെ ബസാൾട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മാത്രമാണ് 4 സ്റ്റാർ ലഭിച്ചിരിക്കുന്നത്. അഡൾട്ട്സിനും അതുപോലെ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷനിലും 4 സ്റ്റാർ ആണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് ബലേനോയുടെ 6 എയർ ബാഗ് മോഡലും 2 എയർ ബാഗ് മോഡലുമാണ്. ഇതിൽ രണ്ടിലും അഡൾട്ട് സേഫ്റ്റിയിൽ 4 സ്റ്റാറും ചൈൽഡ് സേഫ്റ്റിയിൽ 3 സ്റ്റാറും ആണുള്ളത്. അതായത് ഇതുവരെ ടെസ്റ്റ് ചെയ്ത 17 വണ്ടികളിൽ ഏറ്റവും സേഫ്റ്റി കുറവുള്ള വണ്ടിയാണ് ബലേനോ. ഭാരത് എൻക്യാപ്പിൻ്റെ സ്റ്റാർ റേറ്റിംഗിൽ സംശയം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം കൂടിയുണ്ട്. അതായത് മാരുതി സുസുക്കി ഫസ്റ്റ് ഗ്ലോബൽ എൻക്യാപ്പിൽ ക്രാഷ് ടെസ്റ്റിന് കൊടുത്ത വണ്ടി ഏറ്റവും പുതിയ ഡിസയർ ആയിരുന്നു. ആ ഡിസയറിൽ അഡൾട്ട് സേഫ്റ്റിയിൽ 5 സ്റ്റാറും അതുപോലെ തന്നെ ചൈൽഡ് സേഫ്റ്റിയിൽ 4 സ്റ്റാറുമായിരുന്നു ഗ്ലോബൽ എൻക്യാപ്പിൽ ഡിസയറിന് ലഭിച്ചത്. അത് വീണ്ടും ഭാരത് എൻക്യാപ്പ് ടെസ്റ്റ് ചെയ്ത സമയത്ത് അഡൾട്ട് സേഫ്റ്റിയിൽ 5 സ്റ്റാറും അതുപോലെ തന്നെ ചൈൽഡ് സേഫ്റ്റിയിൽ 5 സ്റ്റാറും ലഭിച്ചു. മറ്റൊരു കാരണം കൂടിയുണ്ട്. ക്രാഷ് ടെസ്റ്റ് ചെയ്യേണ്ട വണ്ടി അതാത് കമ്പനികൾ ഭാരത് എൻക്യാപ്പ് ടെസ്റ്റ് ചെയ്യുന്ന ടീമിന് നൽകുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ കമ്പനികൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട വണ്ടി കൂടുതൽ സേഫ്റ്റിയോടുകൂടി നിർമ്മിച്ച് നൽകാൻ സാധിക്കും. അങ്ങനെ ഒരു ചാൻസ് അവിടെയുണ്ട്. ഇത് ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗ്ലോബൽ എൻക്യാപ്പ് ടീം റാൻഡമായിട്ട് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ സ്റ്റാർ റേറ്റിങ്ങുകൾക്കപ്പുറം നമ്മൾ ഏത് രീതിയിൽ വാഹനം ഓടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സേഫ്റ്റിയുടെ റേറ്റിംഗ്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. നിങ്ങളുടെ ഓരോ ലൈക്കുകളും വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് കൂടി എത്താൻ വേണ്ടി സഹായകരമാവും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.